ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കുറച്ച് ദിവസങ്ങളായി ഞാൻ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് 20ാമത്തെ ദിവസമാണ് ഈശോ നമ്മുടെ ഒപ്പം നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെവിടെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ഈശോ പ്രത്യക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ സഭയിൽ നമ്മളിപ്പോൾ ഓർക്കുന്ന ദിവസം. സ്വർഗാരോഹണം വരെ ഈശോ മനുഷ്യരുടെ ഇടയിൽ ശിഷ്യന്മാർക്കും അമ്മയ്ക്കും മറ്റെല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. ആ ദിവസങ്ങളാണ്, അതിൽ 20 ദിവസം കഴിയുന്നു ഇന്നത്തോടു കൂടെ. ഈ ഒരു ചിന്ത എന്നിലെപ്പോഴുമുണ്ട്, ഈശോ നമ്മുടെ കൂടെ, എൻ്റെ കൂടെയുണ്ട് എന്ന്. ഈശോ അറിയാതെ, ലൂക്കായുടെ സുവിശേഷം പറയുന്ന പോലെ, കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു തലമുടി പോലും കൊഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ തരുന്ന സഹനം മുഴുവൻ ഈശോ അറിഞ്ഞിട്ടാണ്. ആ സഹനത്തിന് വളരെ വലിയ മൂല്യവുമുണ്ട്. ഇതെല്ലാം എനിക്ക് അറിയാമെങ്കിലും ഞാൻ രോഗാവസ്ഥയുടെ പല പല തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ഒട്ടും അതൊന്നും വിഷമിപ്പിക്കാറില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാനെല്ലാം സ്വീകരിച്ച് ഈശോയോടൊപ്പമായിരിക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചു കേട്ടോ. നിങ്ങളാരിതുപോലെ ഈശോയെ വേദനിപ്പിക്കരുത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഈശോയോട് അങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തല ചുറ്റുന്നത്. ഈ തലകറക്കത്തിൻ്റെ കാര്യം കുറേ സ്കാനിങ്ങുകൾ എടുത്തു, കുറേ ഡോക്ടർമാരെ കാണിച്ചു. ഇയർ ബാലൻസ് ആണോ? അല്ല. പിന്നെ മൈഗ്രെയിൻ മ്യൂട്ടേഷൻ സംഭവിച്ചതാണും എന്നും പറയുന്നു. പിന്നെ ഇനിയും സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് കാരണം. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സുഖവും അനുഭവിക്കാൻ പറ്റാത്തൊരു ജീവിതം. വേറെ രോഗങ്ങളൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തല ഇങ്ങനെ കിടന്ന് ചുറ്റിയാലോ? മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുക, എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുക. അതായത് ഈ അസുഖം വന്നാൽ ഞാൻ വെട്ടിയിട്ട വാഴ പോലെ ബെഡിൽ കിടക്കുകയുള്ളൂ. കണ്ണ് തുറക്കാൻ പറ്റില്ല. എങ്ങനെയിരിക്കും പിന്നത്തെ അവസ്ഥ? വേളാങ്കണ്ണിയിൽ പോയപ്പോൾ ആകെ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ അസുഖം എനിക്ക് വരാതിരിക്കണം. വേറെ എന്ത് അസുഖം വന്നോട്ടെ. ഓപ്പറേഷൻ കഴിഞ്ഞു വലിയ വേദനയിലൂടെ ഞാൻ കടന്നുപോയി. നിങ്ങൾക്ക് അറിയാം, വലിയ ഓപ്പറേഷനായിരുന്നു. വലിയ വേദന ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. പക്ഷെ വേദന വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു വല്ലാത്ത വേദനയാണല്ലോ ദൈവമേ. ഞാൻ പറഞ്ഞു, ഒയ്യോ ഡോക്ടറെ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന്. അപ്പോൾ അവർ കഴുത്തിൽ പിൻഭാഗത്ത് കഴുത്തിൽ നിന്ന് ഇറക്കി ഒരു ട്യൂബ് ഉള്ളിക്കൂടെ തണ്ടിലുമേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത്രേ. എൻ്റെ മെയിൻ ഓപ്പറേഷൻ്റെ ഭാഗമായി 2-3 ചെറിയ ഓപ്പറേഷനുകൾ കൂടി എൻ്റെ ശരീരത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പുകളും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് അവരൊരു മരുന്ന് കോരി ഒഴിക്കും. അങ്ങനെ ആ വേദന ശമിക്കും. അപ്പോൾ ഡോക്ടർ പറയും, പെട്ടെന്ന് ചെയ്യുക, എന്തിനെങ്ങനെ വേദന എടുക്കാൻ നിൽക്കാതെ ടൈമിന് സാധനം കോരി ഒഴിക്കുക. എന്ത് സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു മരുന്ന്. അങ്ങനെ അതിനൊക്കെ അതിജീവിച്ചു. അതിന് ശേഷവും നല്ല വേദനയായിരുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നീ എൻ്റെ കൂടെ നടക്കുകയല്ലേ, എനിക്ക് ഈ തല കറങ്ങി ഇങ്ങനെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുർബാന മുടങ്ങുന്നു, എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ ബുധനാഴ്ച കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല ചുറ്റി. പിന്നെ എങ്ങനെയോ വീട്ടിലെത്തി. ദാ കിടക്കണു വെട്ടിയിട്ട വാഴ പോലെ. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ
ഇങ്ങനെ നീ കഷ്ടപ്പെടുത്തുന്നത്, വേറെ എന്തു സഹിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മറുപടിയില്ല. അപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ രോഗാവസ്ഥയിലും ഈശോയാണ് എന്നെ കൂടെ നടന്ന് വേളാങ്കണ്ണിയിലേക്ക് എത്തിച്ചതും. ഒരു സ്വർഗീയ യാത്രയായിരുന്നു അത്. എന്നിട്ട് ഇവിടെ വരെ ഒരു കുഴപ്പവുമില്ലാതെ. വേളാങ്കണ്ണിയിൽ വലിയ ചൂടാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ശരിക്കും ഭയങ്കര ചൂട് തന്നെയാണ്. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ ശരിക്കും ഒരു AC-യിൽ കൂടെ നടന്നു പോകുന്ന പോലെയാണ് റോട്ടിൽ കൂടെ നടന്നു പോകുന്നത്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ എന്നെ പരിപാലിച്ച ദൈവം, എന്തിനാ ദൈവമേ ഇത്രയും വലിയ സഹനം. പ്രിയ കൂട്ടുകാരെ, ഈശോ 20 ദിവസമായി നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. സഹനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ നിങ്ങളും വിചാരിക്കും ഈ ദൈവം എവിടെയാന്ന്. ദൈവം എവിടെയുമല്ല, ദൈവം നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. സഹനങ്ങൾ തന്നിട്ട് പതറിപ്പോവോ, സഹിക്കാൻ പറ്റുമോ എന്ന് നോക്കി നിൽക്കുകയാണ്. പറ്റാണ്ടാവുമ്പോൾ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മളെ താങ്ങും എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ രോഗം വരുമ്പോൾ ഈ തത്വങ്ങളൊന്നും ഓർക്കില്ല കേട്ടോ. ഞാനങ്ങനെ ബുധനാഴ്ച തളർന്നു കിടന്നു, വ്യാഴാഴ്ചയും തളർന്നു കിടന്നു. വ്യാഴം വൈകുന്നേരമായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ അധികം കരയാത്തൊരു പ്രകൃതക്കാരിയാണ്. പക്ഷെ ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഈശോയോട് പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ എന്നെ ഇട്ടിട്ട് വട്ടം കറക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വാചകം പറഞ്ഞു. നിങ്ങളതൊരിക്കലും പറയരുത് കേട്ടോ, അതൊരിക്കലും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ നീ ഇത് കേൾക്കുമല്ലോ. ഞാനൊരു കാര്യം പറയാം. ആത്മഹത്യ പാപമല്ല എന്നായിരുന്നെങ്കിൽ, ആത്മഹത്യ പാപമല്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ. ഈ അവസ്ഥയിൽ എനിക്ക് ജീവിക്കണ്ട എന്ന്. പ്രിയ കൂട്ടുകാരെ, സഹനത്തിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ നിമിഷം എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു. ഈ രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എവിടെ പോവും? ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു നമുക്ക് പോവാം, ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ എവിടെയും പോകണില്ല, ഞാൻ ഇവിടെ കിടന്ന് ഇതുപോലെ മരിക്കട്ടെ. എനിക്ക് ഇനി എവിടെയും പോകണ്ട. എത്ര ഡോക്ടർമാർ, എത്ര ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി, ഇനി ഞാൻ ഇവിടെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ അവരും വിഷമത്തിലായി, എവിടെയും പോവില്ല ഞാനെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈശോയോട് പറഞ്ഞ്. അപ്പോൾ ഈശോയുടെ സ്വരം ഞാൻ കേട്ടു, മോളെ നിൻ്റെ ബെഡിൽ നീ ഒരു കോളർ വെച്ചിട്ടുണ്ട് കഴുത്തിലിടാൻ, ആ കോളറൊന്ന് എടുത്തിട്ട് നീ ഉപയോഗിക്ക് എന്നത്. അങ്ങനെ ദിവ്യവൈദ്യനും ഔഷധവുമായി ഈശോ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. തുടർച്ചയായ കോളറിട്. ഞാൻ ഉടനെ കണ്ണടച്ച് കിടന്നിട്ട് തന്നെ കോളറെടുത്തിട്ടു. പ്രിയ കൂട്ടുകാരെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാം. ഞാൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. വീട്ടുകാർ പറഞ്ഞു, ശരിയായോ? അപ്പോൾ ഇയർ ബാലൻസ് ആണ് എന്ന് വിചാരിച്ച് വെർട്ടിനൊക്കെ ഇങ്ങനെ വാരിക്കോരി കഴിക്കുകയാണ് ഞാൻ. എനിക്കിപ്പോൾ എന്ത് കഴിച്ചാലും ഒരു വിഷമവുമില്ല. കാരണം എന്തായാലും ഞാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെർട്ടിനിങ്ങനെ കഴിക്കുമ്പോൾ അവർ പറയും, ഇത്ര പേരുത്ത് വെർട്ടിൻ കഴിക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, വെർട്ടിനിങ്ങനെ കഴിക്കട്ടെ. പക്ഷേ നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ് നമ്മുടെ പിടിവിടുമ്പോൾ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മുടെ ദേഹത്ത് ചേർത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ കോളറിട്ടിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ ഈശോയോട് പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുന്നവരാരും ഒരിക്കലും എത്ര സഹനങ്ങൾ കിട്ടിയാലും ഇങ്ങനെ പറയരുത് കേട്ടോ. ഈശോയ്ക്ക് അത് ഭയങ്കര വിഷമമായി ഈശോയ്ക്ക്. എന്ത് ചെയ്യാം? ഞാൻ ഈശോയോട് പറഞ്ഞു മാപ്പാക്കണം. ഞാൻ കുമ്പസാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കുർബാനയ്ക്ക് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു ആത്മാവിനോട് കർത്താവിനോട് ആ
ആത്മാവ് ചോദിക്കുന്നുണ്ട്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇത് ഗബ്രിയേൽ ബോസിസ് എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയിട്ടുള്ള ഒരു ആത്മമിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് എനിക്കറിയില്ല ഈ പുസ്തകത്തിനെ കുറിച്ചെങ്കിലും എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ ഞാനതിങ്ങനെ ഇടയ്ക്ക് വായിക്കും. അതിൽ പറയുന്നുണ്ട്, കർത്താവെ, അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്നത് പോലെ അവിടുത്തെ കാര്യത്തിൽ ശ്രദ്ധാലുവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, എന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നതാണ്. വേറെ ഒന്നും എനിക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിനക്കായുള്ള എൻ്റെ ദാഹം വളരെ വലുതാണ്. ഇപ്പം ഞാൻ ഈ വാചകം വായിക്കുകയാണ്. ഈശോ പറയാണ്, ഈശോനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എല്ലാം ആയി. ഞാൻ ഈശോയെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എന്തുമാത്രം സുഹൃതജപങ്ങൾ ചൊല്ലുന്ന ആളാ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഈശോയെ വേദനിപ്പിച്ചില്ലേ? ഈശോയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ സങ്കടമായി. 20 ദിവസമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോയെ ഇങ്ങനെ പെട്ടെന്ന് വിഷമിപ്പിച്ചില്ലേ? എന്തായാലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് ഞാൻ എത്തി. അപ്പോഴാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നിൻ്റെ ഹൃദയാന്തർഭാഗത്തേക്ക് ദൈവം പരീക്ഷണങ്ങൾ അയക്കുകയാണെങ്കിൽ നീ വിഷമിക്കരുത് മകളെ, അവ നിനക്ക് സഹായകരമാണ് എന്ന്. എന്നിട്ട് പറയാം, നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൽ നിന്നെന്ന പോലെ ഈ സഹനങ്ങൾ സ്വീകരിക്കുക, നിന്നെ വിശുദ്ധീകരിക്കാനാണിത് എന്ന്. ഇത് എൻ്റെ പുത്രൻ നിനക്ക് തരുന്ന പുഷ്പങ്ങളാണ് എന്ന്, സ്വർഗത്തിൽ വെച്ച് നീ അത് കാണും എന്ന്. ഞാൻ പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഇത് സ്വീകരിക്കാൻ പറ്റുമ്പോഴല്ലേ അത് പുഷ്പമായി മാറുള്ളൂ. സ്വീകരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ പിന്നെ എന്താ ചെയ്യുക? എല്ലാം നല്ല മനസ്സോടുകൂടി സ്വീകരിക്കണ്ടേ? ഞാൻ അമ്മയോടും തർക്കിച്ചു. ഞാൻ പറഞ്ഞു, ഇതുവരെ സ്വർഗം തന്ന സഹനങ്ങൾക്കൊന്നും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വേണ്ട. ഈശോ കുരിശിൽ കിടന്നു മരിച്ചു, പക്ഷേ ഈശോടൊപ്പം അമ്മയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം എൻ്റെ പെറ്റ അമ്മയില്ല. അതുകൊണ്ട് ഈ സഹനം മാത്രം മാറ്റിവെക്കണം എന്ന്. അമ്മ മാതാവ് എലിസബത്ത് സാൻഡോയ്ക്ക് ഒരു ദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ അമ്മ പറഞ്ഞു, മോളെ, നീ നോക്കിയേ എൻ്റെ കൂടെ ആരാണ് ജോലി ചെയ്യുന്നത്? അപ്പോഴാണ് എലിസബത്ത് കണ്ടത് വിശാലമായ ഒരു ഇടം. അതിൽ നിറയെ ആത്മാക്കൾ. അവർ ശരീരത്തിലും ആത്മാവിലും സഹിക്കുകയാണ്. ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരാത്മാക്കളാവില്ല കേട്ടോ, നമ്മുടെ ആത്മാക്കളെയാണ് പറയുന്നത്. അവർ ശരീരത്തിലും ആത്മാവിലും സഹിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, മോളെ, എത്ര വലിയ വിളവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് അറിയിക്കാനാണ് ഞാൻ ഈ കാഴ്ച നിനക്ക് കാണിച്ചു തന്നെ. നമ്മൾ ഒരുമിച്ച് പ്രയത്നിക്കണം, ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കാഴ്ച നീ കണ്ടത് എന്നോട് കൂടെ ചേർന്ന് രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളുടേതാണ്. ശുദ്ധീകരാത്മാക്കളായിരിക്കാം കേട്ടോ. എന്നോടുകൂടെ ചേർന്ന് നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ രക്ഷപ്പെടുന്ന ആത്മാക്കളാണെന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ കാണുന്നില്ലേ, വിളവധികം വേലക്കാരോ ചുരുക്കം. എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വളരെ കുറച്ച് പേരേ വരുന്നുള്ളൂ. ഞാൻ അയക്കുന്ന വേദനകൾ, എൻ്റെ പുത്രൻ അയക്കുന്ന വേദനകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നിട്ട് അമ്മ പറയാണ്, നീ നിൻ്റെ സർവ്വശക്തിയോടും കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്യണം കേട്ടോ. സന്മനസ്സോടെ നീ ഇത് സ്വീകരിക്കണം. സാത്താൻ നിന്നെ ക്ഷീണിതയാക്കുന്നതിൽ ഉണ്ടാകുന്ന ഈ വേദന നീ അത് സന്മനസ്സോടെ സ്വീകരിക്കുമ്പോൾ ഇല്ലാതാകും. എന്നിട്ട് പറയാണ്, എൻ്റെ എലിസബത്ത്, വളരെ കുറച്ച് വേലക്കാരെ എനിക്കുള്ളൂ. ഞാൻ വളരെ വലിയ സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടും വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ. നീ എൻ്റെ ജോലിക്കാരിയായിരിക്കുക, ഞാൻ പറയുന്നത് നീ ചെയ്യുക. പ്രിയ കൂട്ടുകാരെ, എന്തിനാണ് ഈശോ സ്നേഹിക്കുന്നവർക്ക് ഇതുപോലെ സഹനം കൊടുക്കുന്നത്?
വിളവധികം വേലക്കാരോ ചുരുക്കം. ഓരോ ദിവസം ചൊല്ലുന്തോറും ലോകത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അത് മദർ മരിയാനോട് എഴുതി വെച്ചു. കാണുന്നിടത്തൊക്കെ മ്ലേച്ഛത കാണുമ്പോൾ ദൈവമേ, വിളവധികം വേലക്കാരോ ചുരുക്കം. പാപികൾ അധികം, പക്ഷേ പാപത്തിന് പരിഹാരം ചെയ്യുന്നവർ ചുരുക്കം. എല്ലാവരും ഒരു മായാവലയത്തിൽപ്പെട്ടതുപോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതിൻ്റെ അവസാനം എന്തായിരിക്കും? പ്രവചനങ്ങളിൽ പറയുന്നത്, സംഭവിക്കുമ്പോൾ വിഷമിക്കരുത്, കാരണം വിളവധികം. ലോകം മുഴുവൻ പാപത്താൽ വിളഞ്ഞു കിടക്കുന്ന ആത്മാക്കൾ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹിക്കാനും ആരുമില്ല. സഹിക്കാൻ പറയുമ്പോൾ ഓടിയകലും. എന്തെങ്കിലും കിട്ടുമോ എങ്കിൽ അവിടേക്ക് ഓടിക്കൂടും. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ സഹിക്കാൻ തയ്യാറാണ് പരിശുദ്ധ അമ്മേ, പക്ഷേ ഈ ഒരു കാര്യം മാത്രം മാറ്റിവെക്കണം. തരുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചാലല്ലേ ആത്മാക്കളെ നേടാൻ പറ്റുള്ളൂ. എനിക്ക് എന്തോ ഈ ഒരു അവസ്ഥ എനിക്ക് പറ്റണില്ല എന്ന്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തലമുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഈശോ അറിയുന്നുണ്ട്. സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഈശോ വരും. സഹിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, വിളവധികം. ലോകമാകുന്ന പാടം മുഴുവൻ വിളഞ്ഞു കിടക്കുകയാണ്. പാപത്താൽ നിറഞ്ഞ്, മ്ലേച്ഛതയിൽ നിറഞ്ഞ് മനുഷ്യമക്കൾ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്ന വിളവാണ്. അവർക്ക് വേണ്ടി വേല ചെയ്യാൻ വേലക്കാരില്ല എന്നത് ഓർക്കണം. ജീവിതത്തിലെ ഓരോ സഹനവും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളെ ദൈവം അതിന് ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ ശക്തി ചോർന്നു പോയതുപോലെ നിങ്ങളുടെ ശക്തി ചോർന്നു പോകരുത് കേട്ടോ. ഒരിക്കലും ഈശോയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഈശോ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ 20ാമത്തെ ദിവസം ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദൈവം ഈ ചിന്തകളാൽ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമീൻ.